CPIM വിമത കലാരാജുവിനെ കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു. 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് പിന്തുണയോടെ മത്സരിച്ച കലാരാജു ജയിച്ചത്. നേരത്തെ UDFന്റെ അവിശ്വാസ പ്രമേയത്തെ കലാരാജു പിന്തുണച്ചതിനെ തുടർന്നാണ് LDFന് നഗരസഭാ ഭരണം നഷ്ടമായത്. CPIM കൌൺസിലറായിരുന്ന കലാരാജുവിനെ പാർട്ടി പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയതു മുതൽ നാടകീയ രംഗങ്ങളായിരുന്നു കൂത്താട്ടുകുളം നഗരസഭയിൽ. കഴിഞ്ഞ ദിവസം UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കലാരാജു പിന്തുണച്ചതിനെ തുടർന്ന് LDFന് നഗരസഭാ ഭരണം നഷ്ടമായിരുന്നു. പിന്നാലെയാണ് കോൺഗ്രസ് പിന്തുണയോടെ കലാരാജു ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. 13 വോട്ടുകൾ നേടിയാണ് കലാരാജു ചെയർപേഴ്സണായത്. LDFന്റെ എതിർ സ്ഥാനാർത്ഥിയായ വിജയാശിവന് 12 വോട്ടുകളാണ് ലഭിച്ചത്. LDFന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് തന്റെ വിജയമെന്ന് കലാരാജു പ്രതികരിച്ചു. കുതിരക്കച്ചവടത്തിന്റെ മറുപടിയായിട്ട് കുതിരക്കച്ചവടം അല്ല എന്നുള്ളതിന് മറുപടിയാണ് ഈ വിജയം. എന്നോട് കുതിരക്കച്ചവടം നടത്തിയത് LDF ആണ്. CPIMന്റെ വിപ്പ് ലംഘിച്ച് മത്സരിച്ചതോടെ കലാരാജുവിന് അയോഗ്യത നടപടികൾ നേരിടേണ്ടി വരും. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് മുൻപ് നഗരസഭയ്ക്ക് മുന്നിൽ കലാരാജുവിനെതിരെ പ്രതിഷേധവുമായി കുടുംബശ്രീ പ്രവർത്തകർ രംഗത്തെത്തി. കലാരാജു CDS ചെയർപേഴ്സണായിരുന്ന കാലത്ത് 13 ലക്ഷത്തിലേറെ രൂപ തിരിമറി നടത്തിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. റിപ്പോർട്ടർ, കൊച്ചി.